ഞാൻ ഡോക്ടർ ആശ ഗോപാൽ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്റലിജന്റ് ആയ ഒരു കുട്ടിക്ക് പഠനത്തിൽ മാത്രം കാണുന്ന ബുദ്ധിമുട്ടിനെയാണ് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, മാത്തമാറ്റിക്സ്, കോംപ്രിഹെൻഷൻ തുടങ്ങിയ ഏതെങ്കിലും ഒന്നിലോ അല്ലെങ്കിൽ പൊതുവായോ ഇത് കാണപ്പെടാം. സ്കൂളിലും വീട്ടിലുമെല്ലാം വളരെ സ്മാർട്ടായിട്ട് കാണപ്പെടുകയും എന്നാൽ എക്സാം പേപ്പറിൽ മാത്രം ആ സ്മാർട്ട്നെസ് ഇല്ലാതെ വരികയും ചെയ്താൽ there is a discrepancy between potential and performance of the child. അതായത് ആക്ച്വൽ പൊട്ടൻഷ്യലും പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസ് ശ്രദ്ധയിലും കാഴ്ചയിലും കേൾവിയിലുമുള്ള കുറവുകൾ കൊണ്ടും ഇങ്ങനെ വരാം. ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, അധിക സമയം അടങ്ങിയിരിക്കാൻ കഴിയാതിരിക്കുക. ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല. എല്ലാ കാലഘട്ടത്തിലും മാതാപിതാക്കൾക്ക് ഇതൊരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ ശ്രദ്ധ കാണിക്കുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പ്രീ സ്കൂൾ പോകുന്ന സമയം മുതലേ കുട്ടികൾ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. വാക്കുകൾ ഉച്ചരിക്കാനുള്ള പ്രശ്നം, അല്ലെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ബുദ്ധിമുട്ട്, ബട്ടൺ ഇടുക, ഷൂലേസ് ഇടുക, സിബ് ഇടുക തുടങ്ങിയ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം പ്രീ സ്കൂൾ പോകുന്ന സമയത്തെ കുട്ടികൾ കാണിച്ചു തുടങ്ങുന്നതാണ്. പിന്നെ 5 വയസ്സ് മുതൽ 9 വയസ്സുള്ള ലക്ഷണങ്ങളാണ് അക്ഷരങ്ങൾ അവയുടെ ശബ്ദങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വായിക്കുമ്പോൾ വാക്കുകൾ തമ്മിൽ മാറിപ്പോവുക, അക്ഷരങ്ങൾ തിരിച്ചെഴുതുക, അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കണക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം തിരിച്ചും പറയുക, തിരിച്ചെഴുതുക, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താമസം, വാക്കുകൾ പറയുമ്പോൾ തിരിയാതാവുക, ഇതെല്ലാം 5 വയസ്സ് മുതൽ 9 വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ്. 10 മുതൽ 13 വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളാണ് റീഡിങ്ങിലോ റൈറ്റിങ്ങിലോ ഉള്ള താല്പര്യക്കുറവ്. അല്ലെ, ചില പേരൻസ് പറയും, നമ്മൾ കേട്ടിട്ടുണ്ടാവും, അവന് വായിക്കാൻ ഭയങ്കര മടിയാണ്, എഴുതാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഉറക്കെ വായിക്കാനുള്ള താല്പര്യക്കുറവ്. ചില കുട്ടികൾ വളരെ ഉറക്കെ വായിക്കാൻ ലിപ്പുകൊണ്ട് മാത്രം വായിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അതൊക്കെ ചെറിയ ലക്ഷണങ്ങളാണ്. പിന്നെ മോശമായ കൈയിഷ്ടം, വിശദമായി എഴുതാനുള്ള ബുദ്ധിമുട്ട്, ഒരു കാര്യത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതില്ല, 1-2 വാക്യത്തിൽ അവരത് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കുട്ടികൾ കാണിച്ചു തുടങ്ങും. ഇതെല്ലാം പഠന വൈകല്യം അതുപോലുള്ള അവസ്ഥകളുടെ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷനും കെയറും പിന്നെ പ്രാക്ടീസും കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില കുട്ടികൾ ബിഹേവിയർ പ്രോബ്ലംസ് കാണിച്ചു തുടങ്ങും. അപ്പൊ ഇതെല്ലാം ഈ പഠനത്തിലുള്ള ഡിഫിക്കൽട്ടീസിലാണ് ബിഹേവിയർ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് കാണുന്നത്.